സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ സ്വീഡനിലെ മൽമയിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ സ്വീഡൻ തന്നെ ഡെൻമാർക്കിലേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ ഡീസൽ ഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പോക്ക്. നമ്മളെ കമ്പനി ഹൈവേയിലല്ല തന്നെ, നമ്മൾ സ്വീഡനിലെ മൽമയിലുള്ളൊരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഡീസൽ അടിക്കുന്നത് ഇപ്പോൾ ഇന്ന്. അപ്പോൾ സ്വീഡനിൽ നമുക്ക് സ്വീഡനിലേക്ക് കയറുമ്പോഴും അതുപോലെ തന്നെ സ്വീഡന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എപ്പോഴും സ്വീഡൻ ഡീസൽ ഫുള്ള് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വീഡനിൽ കുറച്ച് വിലക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വീഡനിൽ എപ്പോഴും നമ്മൾ ഫുള്ളാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഡീസൽ അടിക്കാനുള്ള പമ്പിലേക്ക് എത്തിന്. അത് IDSന്റെ പമ്പ് നിന്നാട്ടോ നമുക്ക് ഡീസൽ അടിക്കാനുള്ളതെന്ന്. സ്വീഡനിൽ നമുക്ക് നമ്മളെ കമ്പനി തരല IDSന്റെ പമ്പ് തന്നെയാണ്, എപ്പോഴും ഫുള്ളാക്കാനാണ് പറയല്. അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളെ കമ്പനീൻ്റെ ഒരു വണ്ടി അപ്പുറത്ത് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പമ്പിൽ ആളുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ, നമ്മളെ നാട്ടിലത്തെ മാതിരി. നമ്മളെ സ്വന്തം ഡ്രൈവർമാർ സ്വന്തം തന്നെ അടിക്കണം ഡീസൽ. ഇവിടെ നമ്മൾ കാർഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഡീസൽ അടിക്കാറ്. ഇപ്പോൾ അത് 3 കാർഡുണ്ട്, DKV, OK, IDS എന്ന് പറഞ്ഞിട്ട്. DKV നമ്മൾ സ്പെയിനിൽ നിന്ന് ഡീസൽ അടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ OKനാണ് ഡെൻമാർക്കിൽ നിന്ന്, IDS ആണെങ്കിൽ സ്വീഡൻ, ഇറ്റലി എന്നൊക്കെ അടിക്കാൻ ഉപയോഗിക്കൽ കേട്ടോ. പിന്നെ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള രാജ്യത്തൊന്നും IDS ഉപയോഗിച്ചിട്ട് തന്നെ അടിക്കൽ കേട്ടോ. പിന്നെ നമ്മൾ ഡീസൽ അടിക്കുമ്പോൾ എപ്പോഴും അതർ വർക്കിൽ ഇടണം കേട്ടോ. അത് ആമർ ചിഹ്നത്തിൽ, അത് ടാക്കോൻ്റെ റൂളാണ്. ടാക്കൊക്കെ അതർ വർക്കിലിട്ട് ഡീസൽ അടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇതാട്ടോ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീനാണ്. ഉടനെ ആളൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ സ്വൈപ്പ് ചെയ്ത് നമ്മൾ തന്നെ ഡ്രൈവർമാരെ സ്വന്തമായിട്ട് തന്നെ അടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിന് പിൻ നമ്പർ അടിക്കണം കാർഡിൻ്റെ. പിൻ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴേ അടുത്തൊരു ഇൻ്റർഫേസ് വന്നിട്ടോ. അതിലെന്താണ് ആഡ് ബ്ലൂ സെലക്ട് ചെയ്ത് ഇപ്പോൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ. അത് ആഡ് ബ്ലൂ ഇടത്തെ സൈഡിലായിരുന്നു കേട്ടോ. ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് എടുക്കുന്നത്. അങ്ങനെ ആഡ് ബ്ലൂ ഒക്കെ ഫില്ല് ചെയ്ത് ആഡ് ബ്ലൂ ഫുള്ളായേ. നമ്മൾ ആഡ് ഫുള്ളായി ടാങ്കും കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞ് നമുക്ക് ഡീസൽ അടിക്കണം. ഏകദേശം 58-15 ആഡ് ബ്ലൂ കയറിട്ടോ ടാങ്കിൽ. അതെന്താ വീണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ബ്ലൂ അടിച്ചതിൻ്റെ ബില്ല് കിട്ടും കേട്ടോ. അത് ആഡ് ബ്ലൂ അടിച്ചതിൻ്റെ ബില്ലൊക്കെ എടുത്ത് ഡീസൽ അടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഡീസൽ അടിക്കാൻ വേണ്ടി വണ്ടി കുറച്ച് മുന്നോട്ട് വെക്കണം. അത് ആ കാർഡ് വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് കാർഡ് സ്വൈപ്പ് ചെയ്തതാണ്. കാർഡ് സ്വൈപ്പ് ചെയ്ത് പിൻ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞ് ഡീസൽ അടിക്കാനുള്ള പമ്പ് സെലക്ട് ചെയ്യണം 2. അത് സെലക്ട് ചെയ്ത് പിന്നെ ഓസിലെടുത്തിട്ട് ഡീസൽ അടിച്ചാൽ മതി കേട്ടോ. അത് ഡീസൽ അടിച്ച് അങ്ങനെ ഒരു ടാങ്ക് ഫുള്ളായിട്ടോ. നമുക്ക് 2 ടാങ്കാണുള്ളത് ട്രക്കിന്. ഫസ്റ്റത്തെ ടാങ്ക് വലിയ ടാങ്ക്, ഏകദേശം 650 ലിറ്ററോളം കൊള്ളു കേട്ടോ ഒരു ടാങ്കിൽ. അത് അതിൽ 308 ലിറ്റർ കൊണ്ടുള്ളൂ കേട്ടോ. മുന്നേ ആദ്യം ഡീസൽ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ടാങ്കിലും അടിക്കുകയാണ്. അത് പിന്നെ ചെറിയ ടാങ്ക്, ഏകദേശം 400 ലിറ്ററിൻ്റെ ടാങ്കാണ് കേട്ടോ രണ്ടാമത്തെ. അതും ഏകദേശം ഫില്ലായിട്ടോ. ഏകദേശം 152 ലിറ്റർ അതിലും കൊണ്ടുള്ളൂ. അത് നമ്മളെ ഫ്രീഗോൻ്റെ ടാങ്ക് ബാക്കിലാണ് കേട്ടോ. അപ്പോൾ വണ്ടി മുന്നോട്ട് വെക്കണം. വണ്ടിയൊക്കെ മുന്നോട്ട് വെച്ച് ഫ്രീഗോൻ്റെ ടാങ്കിൻ്റെ ഓപ്പണ് കുറച്ച് സൈഡിലായതിനെ കൊണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കേണ്ടി വരും കേട്ടോ. ചില ന്യൂസിലൊക്കെ പെട്ടെന്ന് കട്ടായി പോകും. അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അത് ഫ്രീഗോൻ്റെ ഡീസലും ഫുള്ളായി. ഫ്രീഗോൻ്റെ കപ്പാസിറ്റി 220 ലിറ്ററാണ് കേട്ടോ. ഈ 148 കൊണ്ടുള്ളൂ കേട്ടോ ലിറ്റർ ഡീസലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടിയാണ് കേട്ടോ. അത് വണ്ടിൻ്റെ കിലോമീറ്റർ എത്രയാണ്, എത്ര ലിറ്റർ ഡീസൽ അടിച്ച്, ഫുള്ളാണോ അടിച്ചത്, അതേമാതിരി ഫ്രീഗോൻ്റെ നമ്പർ, ഫ്രീഗോയിൽ എത്ര ലിറ്റർ ഡീസൽ അടിച്ച്, ഇതൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആക്കി പിന്നെ ബില്ലും കൂടെ വെച്ചിട്ട് കമ്പനിക്ക് മെസ്സേജ് അയച്ചു കൊടുക്കണം കേട്ടോ. അത് മെസ്സേജും ഡീസലും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ബില്ലും അറ്റാച്ച് ചെയ്ത് അങ്ങനെ അതൊക്കെ കമ്പനിക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ ഡീസൽ അടിക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഡെൻമാർക്കിലേക്കുള്ള യാത്രയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വീണ്ടും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബായ്.